രീതിയിൽ ഉറപ്പായിട്ടും ഒരു ചോദ്യം നിങ്ങളുടെ LSS സ്കോളർഷിപ്പ് എക്സാമിന് കാണും. അത് നിങ്ങൾ പഠിച്ചിരിക്കണം. ഹായ് ഓൾ, വെൽക്കം ടു CC+. ഞാൻ കാർത്തിക. അപ്പോൾ LSS എക്സാമിന് വേണ്ടി നിങ്ങൾ എല്ലാവരും LSS സ്കോളർഷിപ്പ് എക്സാം ഫെബ്രുവരി മാസത്തിൽ നടക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ LSS എക്സാമിന് എന്ത് പഠിക്കണം, ഓക്കെ, ഫുൾ നിങ്ങൾ സംശയം അടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ടെൻഷൻ ആവണ്ട. LSS എക്സാമിന്റെ സയൻസ് പോർഷനിൽ നിന്ന്, EVS പോർഷനിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പായും പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരിക്കും, ഈ LSS എക്സാം സ്കോളർഷിപ്പ് എക്സാം എന്നൊക്കെ പറയുമ്പം ഇപ്പൊ എല്ലാ എക്സാംസും MCQ മോഡലിലാണല്ലേ പോകുന്നത്. അതായത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണും, ആ ക്വസ്റ്റ്യന് ABCD എന്ന് പറഞ്ഞ് 4 ഓപ്ഷൻസ് കാണും. ഈ ഒരു രീതിയിലാണ്, ഈ ഒരു MCQ പാറ്റേണിലാണ് ഇപ്പോഴത്തെ പരീക്ഷകളെല്ലാം പോകുന്നത്. പക്ഷേ ശ്രദ്ധിക്കുക, LSS എക്സാം എന്ന് പറയുന്നത് MCQ മോഡലിലല്ല പോകുന്നത്. പക്ഷേ USS എക്സാം MCQ മോഡലിലാണ്, LSS എക്സാം MCQ മോഡലിലല്ല പോകുന്നത്. അവിടെ നിങ്ങൾക്ക് കുഞ്ഞു കുട്ടികളാണ് എക്സാം എഴുതുന്നത്, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളൊക്കെയാണ് എക്സാം എഴുതുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, അവിടെ നിങ്ങൾക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻ കാണും. അതായത് ഒറ്റ ചോദ്യം, ഒരു ഉത്തരം എഴുതാനായിട്ട് കാണും. പിന്നെ അതുപോലെ തന്നെ ടേബിളുകൾ കാണും. ഓക്കെ, ടേബിൾസ് കാണും. ഈ ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എടുത്ത് ടേബിളിലോട്ട് ഫില്ല് ചെയ്യാനായിട്ടുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ കാണും. മാച്ച് ഫോളോയിങ് കാണും. അപ്പൊ അങ്ങനെ പല രീതിയിൽ 1 മാർക്ക്, 3 മാർക്ക് അങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ ഓർക്കുക, MCQ ടൈപ്പ് ചോദ്യങ്ങളല്ല, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനുള്ള ചോദ്യങ്ങൾ ഒരു സ്കോറിനൊക്കെ കാണും. പക്ഷേ USS എക്സാം ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ അല്ല LSS എക്സാം ഫോളോ ചെയ്യുന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വയ്ക്കുക. അപ്പം നമുക്കിന്ന് LSS EVS പോർഷനിൽ നിന്ന് വരുന്ന കുറച്ച് ചോദ്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു എക്സ്പെരിമെന്റ് തന്നിട്ടുണ്ടല്ലേ, ഒരു പിക്ചർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ പിക്ചറിനെ, ആ എക്സ്പെരിമെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്താണെങ്കിലും പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങൾക്ക് പാഠഭാഗത്ത് നിന്ന് പഠിക്കാനുള്ള ഒരു എക്സ്പെരിമെന്റ് ഇവിടെ തരും. ആ എക്സ്പെരിമെന്റിനെ ബേസ് ചെയ്തിട്ട് ABC എന്ന് പറഞ്ഞ് ചോദ്യങ്ങൾ ചോദിക്കാൻ ഉറപ്പായിട്ടും സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ മുൻ വർഷങ്ങളിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയ ഒരു എക്സ്പെരിമെന്റ് കൊടുത്തിട്ടുണ്ടല്ലേ. എന്നിട്ട് ആദ്യത്തെ ചോദ്യം ഇവിടെ നോക്കിക്കോ. ഓക്സിജന്റെ സാന്നിധ്യവും അഭാവവും തിരിച്ചറിയുന്നതിനായി ഹമീദും കൂട്ടുകാരും ചെയ്ത ഒരു പരീക്ഷണത്തിന്റെ ചിത്രീകരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് നിരീക്ഷിച്ചിട്ട് ചുവടെ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, നമുക്ക് ഈ പരീക്ഷണം ഒന്ന് ഒബ്സർവ് ചെയ്യുക, ഒന്ന് നിരീക്ഷിക്കുക. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം നോക്കിയേ. ഒരു ടംബ്ലർ ഉണ്ടല്ലേ, അതിൻ്റെ അകത്ത് വെള്ളം എടുത്തിട്ടുണ്ട്, ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ടുണ്ട്, അതിന്റെ മുകളിൽ ഒരു കുപ്പി എടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഈ പറയുന്ന പരീക്ഷണത്തിന്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്, ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇനി ചോദ്യം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ പരീക്ഷണം നടത്തുന്നതിന് എന്തെല്ലാം സാമഗ്രികളാണ് ആവശ്യമായിട്ടുള്ളതെന്നാണ് ആദ്യത്തെ ചോദ്യം. അപ്പൊ ഒന്ന് ഓർത്ത് നോക്കിക്കേ, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് LSS എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ചോദ്യത്തെ മനസ്സിൽ കാണുക. എന്നിട്ട് നിങ്ങളുടെ പാഠഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഏതെല്ലാം എക്സ്പെരിമെന്റുകൾ പഠിക്കാനുണ്ടോ അതൊക്കെ ഒന്ന് നോക്കി വയ്ക്കണം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് അതിൽ നിന്ന് എന്തെല്ലാം സാമഗ്രികളാണ് വേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ആ എക്സ്പെരിമെന്റിന് വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, മെറ്റീരിയൽസ് റിക്വയർഡ് എന്തൊക്കെയാണ്. ഓക്കെ, അതാണ് ആദ്യത്തെ ചോദ്യം. അപ്പൊ അത് നിങ്ങൾക്ക് ഇവിടെ തന്നെ നോക്കിയാലും മനസ്സിലാക്കാം എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടത്. മെഴുകുതിരി വേണം, ഒരു കുപ്പി വേണം, അല്ലെ വെള്ളം വേണം, ഒരു പാത്രം വേണം. അപ്പൊ ഈ കാര്യങ്ങളാണ് കുട്ടികൾ എന്ത് ചെയ്യേണ്ടത്, അതിന്റെ ഉത്തരമായിട്ട് എടുത്തെഴുതേണ്ടത്. ഇനി അടുത്ത ചോദ്യം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഈ പരീക്ഷണത്തിന്റെ ശാസ്ത്ര തത്വം എഴുതുക. ഓക്കെ, അതായത് ഈ പരീക്ഷണം, അപ്പൊ ഒന്ന് ഓർത്ത് നോക്കിയേ, നിങ്ങൾ ഇത് അറിഞ്ഞിരുന്നാൽ മാത്രം പോരാ, ഈ എക്സ്പെരിമെന്റിൽ എന്താണ് നടക്കുന്നത്, അതിന്റെ തത്വം എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന്, നിങ്ങളുടെ പാഠഭാഗത്തു നിന്ന് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന് ഉത്തരം എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ നോക്കുക, ഈ പരീക്ഷണ തത്വം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. എന്താണ്? അതായത് ഈ മെഴുകുതിരി കത്തിക്കഴിഞ്ഞു കഴിയുമ്പോൾ ഈ പറയുന്ന ഇതിനുള്ളിലുള്ള ഓക്സിജൻ അല്ലേ, ഓക്സിജന്റെ അളവ് കുറഞ്ഞു പോയിട്ട് ലാസ്റ്റ് ഈ മെഴുകുതിരി എന്ത് ചെയ്യും? കെടും. മെഴുകുതിരി കെടുന്നതിനൊപ്പം തന്നെ ഇതിനുള്ളിൽ ഈ പറയുന്ന ഓക്സിജൻ എല്ലാം തീർന്നു കഴിയുമ്പോഴേക്കും ഈ പറയുന്ന വെള്ളത്തിന്റെ ലെവല്, ഓക്കെ, വെള്ളം ഇതിനുള്ളിലൂടെ മുകളിലോട്ട് കയറുകയും ചെയ്യും. അപ്പൊ ആ തത്വമാണ് നിങ്ങൾ എവിടെ എഴുതേണ്ടത്. അതായത് ഇപ്പം തത്വമായിട്ട് എഴുതുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? അതായത് ഈ പറയുന്ന മെഴുകുതിരി കത്താനായിട്ട് ഓക്സിജന്റെ സാന്നിധ്യം ആവശ്യമാണ്. ഓക്കെ, അത് തീ കത്തുന്നതിനായിട്ട് ഓക്സിജന്റെ സാന്നിധ്യം ആവശ്യമാണെന്നുള്ളത് നിങ്ങൾക്ക് എഴുതാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത നോക്കിക്കേ,
പരീക്ഷണ കുറിപ്പ് എഴുതുക. ഓക്കെ, അതായത് ഈ പരീക്ഷണം ചെയ്യാൻ എങ്ങനെയാണ് നിങ്ങൾ ഈ പരീക്ഷണം ചെയ്തത് എന്നുള്ളത് ഒന്ന് ബ്രീഫ് ചെയ്ത് എഴുതാനാണ്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ഈ പരീക്ഷണത്തിന് വേണ്ടി നിങ്ങൾ എന്തെല്ലാം സാധനങ്ങളാണ് എടുത്തത്, ഓക്കെ, എന്നിട്ട് ഈ സാധനങ്ങളെല്ലാം നിങ്ങൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചത്, എന്നിട്ടോ ഇതിന് ശേഷം എന്താണ് ആ പരീക്ഷണത്തിൽ സംഭവിച്ചത്? ഈ പറയുന്ന മെഴുകുതിരി കത്തി കഴിയുമ്പോൾ അതിനുള്ളിൽ ഓക്സിജന്റെ നില പോകുന്നത് കൊണ്ട്, അല്ലെ ഓക്സിജന്റെ ആ ലെവൽ താഴുന്നത് കൊണ്ട് മെഴുകുതിരി കെട്ടുപോകുന്നെന്നും വെള്ളം മുകളിലോട്ട് ഉയർന്നു വരുന്നതായിട്ട് കാണാൻ സാധിച്ചു എന്നെല്ലാം ഉൾപ്പെടുത്തി ഒരു ചെറിയ പരീക്ഷണ കുറിപ്പ് എഴുതുക. അപ്പൊ ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും നോക്ക്. ഈ പറയുന്ന ഒന്നാമത്തെ ചോദ്യമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന പരീക്ഷണം മനസ്സിലാക്കുന്ന ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ ഇവിടെ നോക്കിക്കേ 2, 1, 1, ഓക്കെ, മൊത്തം നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടി. അപ്പം ഇത്തരത്തിൽ ഒരു ചോദ്യം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം, LSS സ്കോളർഷിപ്പ് എക്സാമിന് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ EVS പോർഷൻസിലുള്ള എക്സ്പെരിമെന്റുകളെല്ലാം കൃത്യമായി പഠിക്കുക. ആ എക്സ്പെരിമെന്റുകളിൽ എന്തെല്ലാം സാമഗ്രികൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് പഠിക്കുക. അതുപോലെ തന്നെ തത്വം, ഇപ്പൊ ഞാനിവിടെ പറഞ്ഞല്ലേ, ഓക്സിജന്റെ കാര്യം പറഞ്ഞു, അതുപോലെ ആ എക്സ്പെരിമെന്റ് നടക്കാനായിട്ട് കാരണമായ തത്വം എന്താണെന്നുള്ളതും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങളുടെ LSS പരീക്ഷയ്ക്ക് ഉറപ്പായും ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം നോക്കാം. ഇവിടെ നോക്കിക്കേ, ഇത് മറ്റൊരു തരത്തിൽ, നേരത്തെ ഞാൻ പറഞ്ഞു MCQ മോഡൽ അല്ല മൊത്തം ചോദ്യം എന്ന് പറഞ്ഞു, പക്ഷെ ചില ചോദ്യങ്ങൾ ഈ രീതിയിൽ ABCD ഓപ്ഷൻസ് ഉണ്ടാവും. അതായത് നിങ്ങൾ മൊത്തം ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പർ MCQ ആണെന്ന് കരുതി പോകരുത്. മുന്നേ ചോദിച്ച പോലെ നിങ്ങൾക്ക് കാര്യങ്ങൾ എഴുതാനായിട്ടുള്ള ചോദ്യങ്ങളും ഉണ്ട്, ഒപ്പം ഇതുപോലെ 1 മാർക്കിനുള്ള ചോദ്യങ്ങൾ, ഓക്കെ, 1 സ്കോറിനുള്ള 4 ഓപ്ഷനുള്ള ചോദ്യങ്ങളും വരുന്നുണ്ട്. മൊത്തം പരീക്ഷ MCQ ആ പാറ്റേണിലാണ് പോകുന്നതെന്ന് ഓർക്കരുത് കേട്ടോ. അപ്പൊ രണ്ടാമത്തെ ചോദ്യം നോക്കിക്കേ, വളരെ സിമ്പിൾ അല്ലേ, കുഞ്ഞു കുട്ടികൾക്ക് മനസ്സിലാകാവുന്ന രീതിയിലുള്ള ഒരു ചോദ്യമാണ്. ഈ പറയുന്ന നമ്മുടെ ഫ്രോഗ്, തവളയെ അന്നാനിൽ നിന്ന് കൂടുതൽ വ്യത്യസ്തമാക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് സവിശേഷതയാണ്? വളരെ ഈസി ക്വസ്റ്റ്യനാ. നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടും കാണുന്ന ജീവികളും ചുറ്റുപാടും എന്ന് പറയുന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തുള്ള ഒരു ചോദ്യമാണിത്. നമ്മൾ കൃത്യമായിട്ട് ആ ചാപ്റ്റർ എന്താണെന്നൊക്കെ പഠിച്ചതാ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഭക്ഷിക്കുന്നു, സഞ്ചരിക്കുന്നു, ശ്വസിക്കുന്നു, വെള്ളത്തിലും കരയിലും ജീവിക്കുന്നു. ഏതാണ് ഇവിടെ? ഈ 4 ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലെ, എന്താണ് തവളയുടെ പ്രത്യേകത എന്ന് പറയുന്നത്? അവർക്ക് വെള്ളത്തിലും കരയിലും ജീവിക്കാനായിട്ടുള്ള കഴിവുണ്ട്. അപ്പൊ ഓപ്ഷൻ D ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അപ്പൊ നിങ്ങൾ അത് എന്ത് ചെയ്താൽ മതി? അവിടെ എടുത്ത് എഴുതിയാൽ മതി. അതായത് വെള്ളത്തിലും കരയിലും ജീവിക്കുന്നു എന്നുള്ളത്, അല്ലെ ഓപ്ഷൻ D എന്ന് മാർക്ക് ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ മാർക്ക് ചെയ്താൽ മതി. അപ്പൊ ഈ രീതിയിൽ നിങ്ങളുടെ പാഠഭാഗത്ത് നിന്ന് ഈ പറയുന്ന ഒറ്റ ഉത്തരം തിരഞ്ഞെടുക്കാൻ MCQ മോഡൽ, അതായത് ഒരു ക്വസ്റ്റ്യൻ 4 ഓപ്ഷൻസ് തരുന്ന രീതിയിലുള്ള ചോദ്യങ്ങളും ഈ പറയുന്ന മറ്റു ചോദ്യങ്ങൾക്കിടയിൽ കാണും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ഇങ്ങനെ ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം എഴുതാൻ പാഠഭാഗത്ത് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങളെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇതുപോലെയുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യത. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിനെന്ത് ചെയ്യാൻ പറ്റണം? ഉത്തരം ചെയ്യാനായിട്ട് പറ്റണം. ഇനി നോക്കിക്കേ, അടുത്തത് ഇതാണ് ഞാൻ പറഞ്ഞത് തൊട്ട് മുന്നേ MCQ മോഡൽ അല്ലെ, ABCD എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടെ താഴെ ഇങ്ങനെ ABCD എന്ന് പറഞ്ഞ് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. ഈ 4 ഓപ്ഷൻസ് വായിച്ചിട്ട് ഇതിന്ന് ഒരെണ്ണം നമ്മൾ തിരഞ്ഞെടുത്താൽ മതിയായിരുന്നു. പക്ഷെ ഈ മൂന്നാമത്തെ ചോദ്യം നോക്കിക്കേ, എങ്ങനെയാ വന്നിരിക്കുന്നേ? ഓപ്ഷൻസ് തന്നിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഓപ്ഷൻസ് ഇല്ല, നമ്മൾ തന്നെ ആൻസർ എഴുതണം. അപ്പൊ ചോദ്യം നോക്കിക്കേ, കരയിലും വെള്ളത്തിലും സഞ്ചരിക്കാൻ സഹായകമായ എന്തെല്ലാം അനുകൂലനങ്ങളാണ് ആമയ്ക്കുള്ളത്? ഓക്കെ, ആമ എന്ന് പറയുന്നത് നമ്മുടെ തവളയെ പോലെ തന്നെ വെള്ളത്തിലും നമുക്ക് കാണാൻ പറ്റും, കരയിലും കാണാൻ പറ്റും അല്ലേ? അപ്പൊ അങ്ങനെ കരയിലും വെള്ളത്തിലും സഞ്ചരിക്കാൻ സഹായിക്കുന്ന എന്തെല്ലാം അനുകൂലനങ്ങൾ അല്ലെ, എന്തെല്ലാം കാര്യങ്ങളാണ് ഈ പറയുന്ന ആമയ്ക്കുള്ളതെന്നാണ് ചോദ്യം. അവിടെ നമുക്ക് 4 ഓപ്ഷൻസ് ഒന്നുമില്ല. നേരത്തെ ചോദ്യത്തിൽ 4 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, ഈ ചോദ്യത്തിൽ 4 ഓപ്ഷൻസ് ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നേരെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എഴുതണം. കണ്ടിട്ടുണ്ടോ? അവർക്ക് ഇങ്ങനെ തുഴഞ്ഞു പോകാൻ പാകത്തിനുള്ള കൈയും കാലും ഒക്കെ ഉണ്ട്. കണ്ടിട്ടുണ്ടോ? വെള്ളത്തിൽ കൂടെ അവര് വെള്ളത്തിനടിയിൽ കൂടെ പോകുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ആ കാര്യമാണ് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യേണ്ടത്? ഉത്തരമായിട്ട് എഴുതേണ്ടത്. അപ്പൊ ഇത്തരത്തിൽ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ, ജീവികളുടെ പ്രത്യേകതകൾ വെച്ച് തന്നെ, ഓക്കെ, അത് നമ്മൾ കുറെ പഠിച്ചതാണല്ലേ, ഏതെല്ലാം രീതിയിലാണ് അവർ താമസിക്കുന്നത്, ഏതൊക്കെ സ്ഥലങ്ങളിൽ എങ്ങനെയെല്ലാമാണ് താമസിക്കുന്നത്, ഓരോ സ്ഥലത്തും താമസിക്കാനായിട്ട് അവർക്ക് എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ട്, അതൊക്കെ നമ്മൾ പഠിച്ചതാ. അപ്പൊ അതിനെ ബേസ് ചെയ്ത് തന്നെ ഇത്തരത്തിൽ പല പാറ്റേൺ, ഇതാണ് ശ്രദ്ധിക്കേണ്ടത്, പല പാറ്റേണിൽ ചോദ്യങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കണം കേട്ടോ. ഇനി അടുത്തത്, ഇതാണ് ഞാൻ പറഞ്ഞത് ടേബിൾ
ചെയ്യാനായിട്ടുള്ള ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ടേബിൾ എങ്ങനെയാ ടേബിൾ ചെയ്യുന്നത്? നിങ്ങൾ പഠിക്കുന്ന സമയത്ത് പല കാര്യങ്ങൾ പഠിക്കും അല്ലേ? ഇപ്പം കരയിലും കരയിലും വെള്ളത്തിലും ഒരേപോലെ കാണുന്ന, അല്ലെങ്കിൽ കരയിൽ കാണുന്ന വെള്ളത്തിൽ കാണുന്ന എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിക്കും. അപ്പൊ അങ്ങനെയുള്ള കുറേ ജീവികൾക്ക് എന്ത് കാണും? എക്സാമ്പിൾസ് കാണും, ഉദാഹരണങ്ങൾ കാണും. ഈ ഉദാഹരണങ്ങൾ ഇത് ആയിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ചോദ്യമാണ്. ഇങ്ങനത്തെ ഒരു പാറ്റേണിലുള്ള ഒരു ചോദ്യം ഉറപ്പായിട്ടും കാണും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ, ഇങ്ങനെ നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾസ് തരും. ഓക്കെ, ഉദാഹരണങ്ങൾ തരും. നിങ്ങൾ കൃത്യമായിട്ട് ഈ ഉദാഹരണങ്ങളെ എന്ത് ചെയ്യണം? ആ തന്നിരിക്കുന്ന ക്യാരക്ടർ അനുസരിച്ച് തിരിച്ചെഴുതണം. ഇപ്പൊ ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ എന്താ ചോദിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ബോക്സിൽ കൊടുത്തിരിക്കുന്ന ജീവിയ അജീവിയ ഘടകങ്ങളെ തരം തിരിച്ച് എഴുതുക എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ജീവിയ അജീവിയ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ജീവനുള്ളതും ജീവനില്ലാത്തതുമായവയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജീവിയ അജീവിയ ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് കുറേ കാര്യങ്ങൾ എക്സാമ്പിൾസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഉദാഹരണങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട്. ജലം, കീരി, ആമ്പൽ, തവള, വായു, ആമ, ചീങ്കണ്ണി, മണ്ണ്, പാമ്പ്. കണ്ടോ, കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഏതാന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്കറിയാം അല്ലെ, ഇവിടെ ജീവനുള്ളത് ഏതൊക്കെയായിരിക്കും? ഒന്ന് വേഗം നോക്കിക്കേ. കീരി ശരിയാണ്. ആമ്പൽ ഒരു സസ്യമാണല്ലേ, അതിന് ജീവനുണ്ട്. അപ്പൊ ആമ്പലിന് ജീവനുണ്ട്, തവളയ്ക്ക് ജീവനുണ്ട്, ആമയ്ക്ക് ജീവനുണ്ട്, ചീങ്കണ്ണിക്ക് ജീവനുണ്ട്, പാമ്പ്, മരം ഒരു സസ്യങ്ങൾക്ക് എല്ലാം ജീവനുണ്ടെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പൊ ജീവൻ ഇല്ലാത്തത് ഏതൊക്കെയാ? അതേ കിടക്കുന്നു. ജലം, മണ്ണ്, വായു എന്നൊക്കെ പറയുന്നതിന് ജീവനില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഉദാഹരണങ്ങൾ വായിച്ച് ഈ താഴെ തന്നിരിക്കുന്നതിൽ അല്ലെങ്കിൽ ഏത് ക്യാരക്ടറിന്റെ അടിയിലാണ് ഇവർ വരുന്നതെന്ന് മനസ്സിലാക്കി ഇതെന്ത് ചെയ്യണം? ഇങ്ങോട്ട് പറക്കി എഴുതണം. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ടേബിൾ, അതായത് കുറേ എക്സാമ്പിൾസ് തന്നിട്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങളെ കാറ്റഗറൈസ് ചെയ്ത് എഴുതാൻ ഉറപ്പായും LSS പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം മക്കളെല്ലാവരും പ്രതീക്ഷിക്കുക. ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ഓക്കെ, ഒരുപക്ഷെ ഇത് തന്നെ ആയിരിക്കില്ല തന്നേക്കുന്നേ, മാറി വരാം. ഇപ്പം അതെ തൊട്ടടുത്ത് കൊടുത്തിരിക്കുന്നു, അതായത് ക്യാരക്ടർ മാറി വരാം. ഇപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്തായിരുന്നു? ജീവിയ അജീവിയ ഘടകങ്ങളെ തിരിച്ചെഴുതാനാ ചോദിച്ചിരുന്നത്. ഇനി ആ തൊട്ടടുത്ത ചോദ്യം നോക്കിക്കേ, എന്തൊക്കെയാ ചോദിച്ചിരിക്കുന്നതെന്ന്. കര, ജലം, കരയിലും ജലത്തിലും. ഓക്കെ, ഇപ്പൊ നോക്ക, മുകളിൽ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ, കുറേ ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവയിൽ ഓരോരുത്തരെ ഇവരെവിടെയൊക്കെയാണ് കാണുന്നത് എന്നനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? തരം തിരിച്ച് എഴുതണം. അപ്പൊ നോക്കിക്കേ, ഇവിടെ നമുക്ക് സംശയം വരാവുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് തവള, ആമ, പിന്നെ ഏതാണ്? രണ്ടെണ്ണം കൂടെ വരുമല്ലോ, താറാവ്, ഞണ്ട്. ഇത് നോക്ക്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് സംശയം വരാൻ സാധ്യതയുള്ളത്. അത് മിസ് ഒന്നും കൂടെ പറയാം. അതായത് നിങ്ങൾക്ക് കരയിലും ജലത്തിലും താമസിക്കുന്ന, നിങ്ങൾക്ക് ചിലതിനെ കാണുമ്പോൾ തോന്നും ജലത്തിൽ മാത്രമല്ലേ എന്നൊക്കെ തോന്നും. അപ്പം ഇത് ഓർക്കുക, ഇവിടെ തവള, ആമ, താറാവ്, ഞണ്ട് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ കരയിലും ജലത്തിലും ജീവിക്കുന്നതാണ് കേട്ടോ. അപ്പം അത് നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കൂടാതെ നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടും കൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ച് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ എക്സ്ട്രാ പഠിച്ചു വെച്ചാൽ മാത്രമേ നിങ്ങൾക്കിത് കറക്റ്റായിട്ട് എഴുതാൻ പറ്റുള്ളൂ. കരയിലും ജലത്തിലും മാത്രം കാണുന്നത് നിങ്ങൾ എഴുതും, പക്ഷെ ഇത് രണ്ടും കൂടെ വരുന്നത് ഒരുമിച്ച് ഓപ്ഷൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ഈ രീതിയിൽ ഉദാഹരണങ്ങൾ തന്നിട്ട് ആ ഉദാഹരണങ്ങളെ ടേബിൾ ആക്കി അല്ലേ, പല ടേബിളിൽ തിരിച്ച് എഴുതാനായിട്ട് ചോദിക്കും. ആ രീതിയിൽ ഉറപ്പായിട്ട് ഒരു ചോദ്യം നിങ്ങളുടെ LSS സ്കോളർഷിപ്പ് എക്സാമിന് കാണും. അത് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ. ഇതും നേരത്തെ പറഞ്ഞ പോലെ 4 ഓപ്ഷൻസ് തന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ശരീരത്തിന്റെ ആകൃതി മത്സ്യങ്ങൾക്ക് എങ്ങനെ സഹായകമാകുന്നു എന്നുള്ളതാ ചോദ്യം. ഇപ്പൊ നോക്കിയേ, നേരത്തെ ഒറ്റ വാക്ക് ഇത് എഴുതാനായിട്ടുണ്ടായിരുന്നു അല്ലെ. ആമയ്ക്ക് ഈ പറയുന്ന ജലത്തിൽ സഞ്ചരിക്കാൻ സഹായിക്കുന്ന എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ എഴുതണമായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ശരീരത്തിന്റെ ആകൃതി മത്സ്യങ്ങളെ എങ്ങനെ സഹായിക്കുന്നു എന്നുള്ളത് ചോദ്യത്തിൽ തന്നിട്ട് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എന്തിനായിരിക്കും അവരെ സഹായിക്കുന്നത്? ജലത്തിൽ സഞ്ചരിക്കുന്നതിനാണോ, ശ്വസിക്കുന്നതിനാണോ, ഏത് കാലാവസ്ഥയിലും ജീവിക്കുന്നതിനാണോ, ആഹാരം സമ്പാദിക്കുന്നതിനാണോ? ഏതാ? ഉറപ്പായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ആൻസർ ആണ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ജലത്തിൽ സഞ്ചരിക്കുന്നതിനാണ് മത്സ്യങ്ങളുടെ ശരീരത്തിന്റെ ആകൃതി അവരെ സഹായിക്കുന്നത്. ഒരു വള്ളം പോലെയാണ് അവരിയ്ക്കുന്നതെന്നൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചതാണ്. അങ്ങനെയും ചോദ്യം ഈ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് അവരുടെ ശരീരത്തിന്റെ ആകൃതി എന്തിനോട് സാമ്യപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചിട്ട് ദേ ഇങ്ങനെ 4 ഓപ്ഷൻ തരും. അതിൽ വള്ളം പോലെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സാധനത്തിന്റെ ഉദാഹരണം തരും. അപ്പൊ ആ രീതിയിലും എന്ത് ചെയ്യാം? ചോദ്യങ്ങൾ വരാം.
ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ വരാം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതിൽ ഈ ടേബിളിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളിൽ ജീവിയ അജീവിയ ഘടകങ്ങൾ പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ കരയിൽ കാണുന്നത്, ജലത്തിൽ കാണുന്നത്, കരയിലും ജലത്തിലും കാണുന്നത്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി ഇതേ അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്ന സസ്യങ്ങളെ അവയുടെ വേരുകളുടെ പ്രത്യേകത അനുസരിച്ച് തരംതിരിക്കുക. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ഈ നോക്കി, ഈ ടേബിൾ ഇപ്പൊ ഈ വീഡിയോയിൽ പറയുന്ന ടേബിൾസ് ഒരു 3-4 എണ്ണം പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊരു 4 മാർക്ക് എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ നോക്കിക്കേ, നാരുവേര് പടലം, തായ്വേര് പടലം എന്താ സാധനം? മലയാളം മീഡിയംകാർക്ക് വേണ്ടിയാ പറയുന്നത്. ഇംഗ്ലീഷ് മീഡിയംകാരുടെ പറയുവാണെങ്കിൽ എന്തെന്ന് പറയാം? ഫൈബ്രസ് റൂട്ട്, ടാപ്പ് റൂട്ട്. കേട്ടിട്ടുണ്ടാവണം. ഫൈബ്രസ് റൂട്ട് എന്നും ടാപ്പ് റൂട്ട് എന്നും നമ്മൾ പറയുന്ന സാധനമാണ്. എന്താണ് ഈ ടാപ്പ് റൂട്ട് അല്ലെങ്കിൽ എന്താണ് ഫൈബ്രസ് റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ ഒരു റൂട്ട് ഇവിടെ വരയ്ക്കാം. ഇത് നോക്കിക്കോ, ഒരു പ്ലാന്റിന്റെ റൂട്ട് ഇതേ ഇങ്ങനെ ഒറ്റ ഒരു റൂട്ടായിട്ട് പോവുകയാണെങ്കിൽ ഇതിനെ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? ടാപ്പ് റൂട്ട് അല്ലെങ്കിൽ തായ്വേര് പടലം എന്ന് പറയുന്നത്. ഇനി അതല്ല, ഈ പറയുന്ന പ്ലാന്റിന്റെ വേര് ഇതേ ഇങ്ങനെ ഒരുപാടെണ്ണം, ഇങ്ങനെ മുടി പോലെ ഒരുപാടെണ്ണം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? നാരുവേര് പടലം അല്ലെങ്കിൽ ഫൈബ്രസ് റൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്താണ് തായ്വേര് പടലം, എന്താണ് നാരുവേര് പടലം എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് മാത്രമല്ല, ഈ എക്സാമ്പിൾസിൽ ആർക്കൊക്കെയാണ് ഇതുള്ളതെന്ന് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് താരതമ്യം ചെയ്ത് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ നോക്കിക്കേ, തെങ്ങ്, കവുങ്ങ്, മുള പോലെ സാധനങ്ങൾക്കെല്ലാം ഏതാണ് വരുന്നത്? തായ്വേര് പടലമാട്ട വരുന്നത്. ഓക്കെ, ടാപ്പ് റൂട്ടാണ് വരുന്നത്. ബാക്കി ഈ പറയുന്ന പ്ലാവ്, ആല്, തേക്ക് പോലെയുള്ളവർക്കെല്ലാം നാരുവേര് പടലമായിരിക്കും. അപ്പൊ ഈ രീതിയിൽ ക്യാരക്ടേഴ്സ് തന്നിട്ടുണ്ടാവും, എക്സാമ്പിൾസ് തന്നിട്ടുണ്ടാവും. അവയെ എന്ത് ചെയ്യണം? ടേബിളിൽ തിരിച്ച് എഴുതണം. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും പഠിക്കണം. അപ്പൊ 3 എണ്ണം ടേബിളിൽ തന്നെ നമ്മൾ പഠിച്ചട്ടോ. ജീവിയ അജീവിയ ഘടകങ്ങൾ പഠിച്ചു, കരയിൽ കാണുന്നത്, വെള്ളത്തിൽ കാണുന്നത്, നാരുവേര് പടലം, തായ്വേര് പടലം. കേട്ടോ, ഓർത്തിരിക്കണം. അടുത്തത് നിങ്ങളുടെ ജനറൽ നോളജിൽ നിന്ന് തന്നെ ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സ് ഒക്കെ പഠിച്ചു വയ്ക്കുക. ഇത് ഇപ്പൊ ഇവിടുത്തെ ചോദ്യം നോക്കിക്കേ, പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്കറിയാം. ഓപ്ഷൻ സി ജൂൺ 5. നിങ്ങൾ സ്കൂളിലൊക്കെ എന്നും ആഘോഷിക്കുന്നതാണ് അല്ലേ? അപ്പൊ ജൂൺ 5 എന്ന് നിങ്ങൾക്കറിയാം. ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഡേയ്സ്, അതൊക്കെ നമ്മൾ ഇവിടുന്ന് കൃത്യമായിട്ട് നമ്മുടെ കോച്ചിങ് എടുക്കുന്ന കുട്ടികൾക്ക്, നമ്മുടെ ബാച്ചിലുള്ള കുട്ടികൾക്കൊക്കെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ പറയുന്ന ഓരോ ദിനങ്ങൾ, ഓക്കെ, അതായത് ഇമ്പോർട്ടൻ്റ് ഡേയ്സ് എന്ന് പറയുന്നത് ഒരു ക്ലാസ് ആയിട്ട് തന്നെ നമ്മൾ എടുത്തു കൊടുക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വരാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. ഒരു മാർക്കിന്റെ ചോദ്യം ഇത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അടുത്തതെന്ന് പറയുന്നത്, താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പൊ നമ്മൾ തൊട്ടു മുന്നേ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതായത് ടാപ്പ് റൂട്ട്, ഫൈബ്രസ് റൂട്ട് എന്ന് നമ്മൾ പറഞ്ഞല്ലേ, നാരുവേര്, തായ്വേര് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതിനെ ബേസ് ചെയ്ത് തന്നെയുള്ള ചോദ്യമാണ് ഈ 4 ഓപ്ഷനിൽ കിടക്കുന്നത്. അപ്പൊ ഇതിലിതേ ആ നേരത്തെ പറഞ്ഞ ചോദ്യത്തിനെ ഒരു MCQ ടൈപ്പിലേക്ക് ആക്കി മാറ്റിയേക്കുക. എങ്ങനെയാന്ന് നോക്കിക്കേ, താഴെ തന്നിരിക്കുന്നതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതെന്നാണ് ചോദ്യം. തെങ്ങിന്റെ വേര്, മാവിന്റെ വേര്, മുളയുടെ വേര്, കവുങ്ങിന്റെ വേര്. നോർത്ത് നോക്കിയേ, ഇവരെ നമ്മൾ നേരത്തെ ഒരുമിച്ച് ക്ലബ്ബ് ചെയ്തതാ അല്ലേ? തെങ്ങ്, മുള, കവുങ്ങ് എന്ന് പറയുന്നതിനെ നേരത്തെ ഒരുമിച്ച് ക്ലബ്ബ് ചെയ്തതാണ്. ഇവിടെ നാരുവേര് പടലം ആർക്കാ ഉള്ളത്? അവരുടെ ആ പറയുന്ന വേരിന്റെ പ്രത്യേകത അനുസരിച്ചാണ് ഇവിടെ നമ്മൾ ആൻസർ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി, മാവിന്റെ വേര് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അപ്പൊ നേരത്തെ ഈ ഭാഗത്ത് നിന്ന് ടേബിൾ ചെയ്ത ഉദാഹരണങ്ങൾ ടേബിളിന്റെ അകത്ത് നിന്ന് പറക്കി എഴുതാനായിരുന്നു ചോദ്യമെങ്കിൽ ഇവിടെ വന്നപ്പോഴേക്കും അതെങ്ങനെയായി? 4 ഓപ്ഷൻസ് തന്നിട്ട് അതിൽ നിന്ന് കൂട്ടത്തിൽ ചേരാത്തത് ഏതാണ് അല്ലെങ്കിൽ കൂട്ടത്തിൽ ചേരുന്നത് ഏതാണ്, ഈ രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. ഇനി നോക്ക്, വീണ്ടും കൊടുത്തിട്ടുണ്ട് താഴെ തന്നിരിക്കുന്നതിൽ കൂട്ടത്തിൽ ചേരാത്തത് ഏത്. നേരത്തെ വേരിന്റെ കാര്യം പറഞ്ഞിട്ടാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? ഇലയുടെ കാര്യമാണ്. ഇവിടെ നോക്കിയേ, ചില ഇലകൾക്ക് അവരുടെ വെയിൻസ്, സിരാവിന്യാസം ഇങ്ങനെയായിരിക്കും. പക്ഷെ വേറെ ചിലവരുടെ എങ്ങനെയായിരിക്കും? ഇങ്ങനെ നേരെ ഇരിക്കുന്ന ലീഫിന് ഇങ്ങനെ നേരെ തന്നെയായിരിക്കും എന്ത്? അവരുടെ സിരകൾ, വെയിൻസ് പോകുന്നത്. അപ്പൊ ആ രീതിയിൽ ഇവിടെ ഏതാണ് വ്യത്യാസം വരുന്നത് നോക്കിക്കേ. അരയാലിന്റെ ഇല, തേക്കിന്റെ ഇല, പ്ലാവിന്റെ ഇല. ഇതിന്റെ 3ന്റെയും പ്രത്യേകത നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇത് 3ഉം എങ്ങനെ ഇരിക്കുന്നേ? ഞാൻ ഈ വരച്ചേക്കുന്ന ഇല പോലെ ഇരിക്കുന്നേ. പക്ഷെ താഴെ കിടക്കുന്ന നെല്ലിന്റെ ഇല എങ്ങനെയാ? ബാക്കിയുള്ള ആലിന്റെ ഇല ഇരിക്കുന്ന പോലെയാണോ നെല്ലിന്റെ ഇല ഇരിക്കുന്നത്? അല്ല അല്ലേ? അപ്പൊ ഇവിടെ അവരുടെ ഇലയുടെ സിരാവിന്യാസത്തിന്റെ പ്രത്യേകത അനുസരിച്ച് ഇവിടുത്തെ കൃത്യമായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്
കൂട്ടത്തിൽ ചേരാതെ കിടക്കുന്നത് ആരാണ്? ഈ പറയുന്ന നെല്ലിൻ്റെ ഇലയാണ്. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഒരു ഭാഗത്ത് നിന്ന് അതിൻ്റെ പ്രോപ്പർട്ടീസ് അല്ലേ, പ്രത്യേകതകൾ നിങ്ങൾ പഠിച്ചാൽ ആ പ്രത്യേകതകളുടെ ഉദാഹരണങ്ങളെ ടേബിളാക്കി എഴുതാൻ ചോദിക്കാം. പ്രത്യേകതകളുടെ ഉദാഹരണങ്ങൾ വെച്ചിട്ട് അതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണെന്ന് ചോദിക്കാം. ഇങ്ങനെയെല്ലാമാണ് LSS പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അതായത് സ്കൂളിലേക്ക് പഠിച്ചു പോകുന്ന, അല്ലെ സ്കൂളിലേക്ക് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു പോയിട്ട് അത് കാണാതെ എഴുതുന്ന പോലെയല്ല LSS സ്കോളർഷിപ്പ് എക്സാമിൻ്റെ ചോദ്യങ്ങൾ. നിങ്ങൾ പഠിച്ച കാര്യങ്ങളെ ഈ രീതിയിലൊക്കെ ഒന്ന് ആലോചിച്ച് പറക്കി വന്നാലേ നിങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട് പറ്റുള്ളൂ. ഇനി അടുത്തതും ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരല്ലേ, ഇമ്പോർട്ടൻ്റ് പേഴ്സണാലിറ്റീസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആര് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി കെ കേളപ്പനാണ്. ഓക്കെ, അപ്പം നമ്മൾ നോക്കിക്കേ, പ്രധാനപ്പെട്ട ദിവസങ്ങൾ നമ്മൾ പഠിപ്പിച്ചു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളെയൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. GK പോർഷനിൽ നിന്ന് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഉണ്ടാകാം. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി കെ കേളപ്പൻ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഇനി താഴെ കൊടുത്ത ഞാറ്റുപാട്ടിന് കൂടുതൽ വരികൾ എഴുതി ചേർക്കുക. ഇത് ഇൻട്രസ്റ്റിംഗ് ആണല്ലേ. ചുമ്മാ പോയാൽ പോരാ, പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ ഈ ചോദ്യം നോക്കിയാൽ 2 മാർക്ക് കിട്ടും. ഇവിടെ ചോദിച്ചേക്കുന്നത് കണ്ടോ, ഒരു പാട്ട് കൊടുത്തിട്ടുണ്ടല്ലേ, ഒരു ഞാറ്റുപാട്ട്. ഓക്കെ, അതിൻ്റെ ബാക്കി 2 ലൈനും കൂടെ നിങ്ങളോട് എഴുതി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കുക, പുഞ്ചപ്പാടത്തെ പൂങ്കുയിലെ പുന്നാരപ്പാട്ടൊന്ന് പാടാമോ എന്ന്. അപ്പം ഒന്നെങ്കിൽ ഇതിൻ്റെ ശരിക്കുള്ള ആൻസർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ, അല്ലെങ്കിൽ ശരിക്കുള്ള പാട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ആ രീതിയിൽ ആൻസർ എഴുതണം, കൃത്യമായിട്ടുള്ളത് എഴുതണം. ഇനി കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, അപ്പം അവിടെ ഇരുന്ന് അങ്ങ് ഗായകർ അല്ലെങ്കിൽ ലിറിസിസ്റ്റ് ഒക്കെ ആവുക. എന്ത് ചെയ്യുക, ഈ പറയുന്ന 2 ലൈനും കൂടെ എഴുതുക. അപ്പം ഈ രീതിയിൽ കൺസ്ട്രക്ട് ചെയ്ത് കൊണ്ടുവരുന്ന ആൻസേഴ്സ്, അതായത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതേണ്ട കുറേ ഉത്തരങ്ങളും എവിടെ വരുന്നുണ്ട്, LSS സ്കോളർഷിപ്പ് എക്സാമിന് ചോദിക്കുന്നുണ്ട്. അപ്പം ഇത്രയും നേരം നമ്മൾ പറഞ്ഞതിൽ നിന്ന് തന്നെയല്ലേ എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാം. MCQ ആയിട്ട് ചോദിക്കുന്നതുണ്ട്, ഇല്ല എന്നല്ല. ഡയറക്റ്റ് ആയിട്ട് എഴുതാനുള്ളത് ചോദിക്കാം. എക്സ്പെരിമെന്റ് തന്നിട്ട് അതിൽ നിന്ന് കാര്യങ്ങൾ എഴുതാനായി ചോദിക്കാം. ഉദാഹരണങ്ങൾ തന്നിട്ട് അവരുടെ പ്രത്യേകതകൾ അനുസരിച്ച് ആൻസർ കണ്ടുപിടിക്കാം. ഉദാഹരണങ്ങൾ തന്നിട്ട് അവരുടെ പ്രത്യേകതകൾ അനുസരിച്ച് അവരെ തരംതിരിക്കാം. അപ്പൊ ഈ രീതിയിലെല്ലാം ആയിരിക്കും LSS പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ വെറുതെ സ്കൂളിലേക്ക് പഠിക്കുന്ന രീതിയിൽ പഠിച്ചു പോയിട്ട് കാര്യമില്ല. കൃത്യമായിട്ട് മിസ് ഇപ്പൊ ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ എന്തെല്ലാം ചോദ്യങ്ങളാണ് വരുന്നതെന്ന് മനസ്സിലാക്കി വേണം നിങ്ങൾ ഓരോ കാര്യങ്ങൾ പഠിക്കാൻ. അതിന് ഞങ്ങൾക്ക് CC+ന് നിങ്ങളെ സഹായിക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ LSS പരീക്ഷ അല്ലെങ്കിൽ USS സ്കോളർഷിപ്പ് എക്സാം ഉടനെ എത്തും. അപ്പൊ ഇവിടെ നമ്മുടെ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. LSSന് USSന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് പരിശീലനം നമ്മളിവിടെ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. 9496949929 എന്ന് പറയുന്നതാണ് നമ്മുടെ നമ്പർ. ഇനി നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് എല്ലാവരും ജോയിൻ ചെയ്യുക. സോ അപ്പോൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക് യു.